കേട്ടുതെല്ലും നാടുന്നീടിലും ചൂരച്ചെടി തണലാതി ദൂരന്നീടിലും ശത്രുഭീതി കേട്ടുതെല്ലും നാടുന്നീടിലും ചൂരച്ചെടി തണലാതി ദൂരന്നീടിലും വൻമുറത്തി താരും തൃപ്തരാക്കി നടത്തിയിടും ദീനം ദീനമായി വൻമുറത്തി താരും തൃപ്തരാക്കി നടത്തിയിടും ദീനം ദീനമായി. അപ്പോസ്തലപ്രവൃത്തി 27:23-24. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എന്നിട്ട് പറയാണ്, പൗലോസെ ഭയപ്പെടരുത്, പൗലോസെ ഭയപ്പെടരുത്. അപ്പോൾ ഇവിടെ പൗലോസും കൂടെയുള്ള തടവുകാരും റോമയിലേക്ക് കപ്പൽ യാത്രയിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഈ അധ്യായം. അപ്പം ഈ അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിനോട് പറയാണ്, പൗലോസെ ഭയപ്പെടരുത്. പലപ്പോഴും നമ്മുടെയും ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ പൗലോസും കൂടെയുള്ളവരും ഒരു കപ്പൽ യാത്രയിലാണ്, നമ്മളും ഒരു യാത്രയിലാണ് അല്ലേ. നമ്മൾ ഏത് യാത്രയിലാണ്? നമ്മൾ സ്വർഗീയ കനാനിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. എന്ന് തൊട്ട് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ അവരുടെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തോ അന്ന് തൊട്ട് നമ്മൾ ഒരു യാത്രയിലാണ്. ഏത് യാത്രയാണ്? സ്വർഗീയ കനാനിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ആ യാത്രയിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പലവിധമായ വേദനകളും പ്രശ്നങ്ങളും അല്ലെ എന്തായി തീരും, നാളെ എന്താവും അല്ലെ, മുമ്പോട്ട് പോകുന്നത് എങ്ങനെ, ഈ പ്രശ്നം ഞാൻ എങ്ങനെ തരണം ചെയ്യും അല്ലെ, ഈ വേദന എനിക്ക് എങ്ങനെ മാറും, അല്ലെങ്കിൽ ഈ രോഗം ഇത് എന്തായി തീരും, എന്റെ കടബാധ്യത അല്ലെങ്കിൽ എന്റെ ലോണ്, അതല്ലെങ്കിൽ എൻ്റെ മാനസികമായുള്ള പലവിധമായ പ്രശ്നങ്ങൾ ഇത് എന്തായി തീരും എന്ന് ആകുലപ്പെട്ട് വിഷമിച്ച് നമ്മൾ ഇരിക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. ആമേൻ. എല്ലാവരുടെ ജീവിതത്തിലും പലവിധമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദൈവം നമ്മളോട് പറയാണ്, ഭയപ്പെടരുത്. എന്താണ് പറയുന്നത്? ഭയപ്പെടരുത്. പരസ്പര കരങ്ങൾ കൊടുത്ത് പറയാം, ഭയപ്പെടരുത്. ദൈവം നമ്മളെ ബലപ്പെടുത്തുക, ഭയപ്പെടരുത്. അപ്പൊ ദൈവം നമ്മോട് പറയാണ്, ഭയപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കുറവുകളും കുറ്റങ്ങളും അനുസരണക്കേടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എങ്കിലും കർത്താവ് പറയണം, ഭയപ്പെടരുത് മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത് എന്ന്. അപ്പൊ എന്താണ് പൗലോസെ ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മളും ഒരു സ്വർഗീയ കനാലിൽ ചെന്ന് എത്തി നിൽക്കേണ്ടവരാണ്. കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് നമ്മളെ ഈ യാത്രയിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അവിടെ ചെന്ന് എത്തേണ്ടവരാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് എത്തുന്നത് വരെയും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടരുത്. ആരും ഭയപ്പെടരുത്. പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, ജപ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭയപ്പെടരുത് കർത്താവ് പറയണം. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഭയപ്പെടരുതെന്ന് പൗലോസിനോട് പറയാൻ കാരണം? അത് നമുക്ക് ഒന്നാമത്തെ വാക്യം തൊട്ട് വായിച്ചു നോക്കാം. പൗലോസും കുറച്ച് തടവുകാരും, അത് ആ കപ്പലിൽ വേറെ കുറെ ആൾക്കാരുണ്ട്. അവരൊരു യാത്രയ്ക്കാണ്. പൗലോസിന് റോമയിലേക്ക് പോകാനുള്ള ഒരു യാത്രയിൽ അവരൊരു കപ്പൽ യാത്രയിലാണ് അല്ലെ. ഈ കപ്പൽ യാത്രയിലായിരിക്കുമ്പോൾ ഇവിടെ പറയുന്നു, ഒന്നാമത്തെ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗസ്ത്യ പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അപ്പൊ ആ ഏൽപ്പിച്ച് അങ്ങനെ ഞങ്ങൾ ആസ്യക്കര പറ്റി ഓടുവാനുള്ള ഒരു അദ്രമുത്തിയ കപ്പലിൽ കയറി നീക്കി. തെസലോനിക്കയിൽ നിന്നുള്ള മെക്കഡോന്യക്കാരനായ അരിസ്തർഗോസ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് ഞങ്ങൾ സീദോനിലെത്തി. യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ചു. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഈ യാത്രയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടെ ആരുമില്ലെന്ന് കാണാം അല്ലേ. നമ്മൾ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടിലും നമ്മൾ കൂടെ നിൽക്കും എന്ന് നമ്മൾ ചിന്തിച്ചവര്, നമ്മളോട് സ്നേഹം കാണിക്കും എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ വിചാരിച്ച പലരും ചിലപ്പോൾ നമ്മളെ കൈവിട്ട് മാറിപ്പോകുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ അല്ലെ, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ നമുക്കുണ്ടായെന്ന് വരാം. ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി കരുതുന്ന അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ വേദന അവർക്കറിയാം. പക്ഷെ എല്ലാം അറിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ ചില സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ദയ കാണിക്കാനൊക്കെ ചിലർ എഴുന്നേൽപ്പിച്ചെന്നിരിക്കും. അപ്പൊ ഇവിടെ യൂലിയോസ് പൗലോസിനോട് ദയ കാണിച്ച് സ്നേഹിതന്മാരുടെ അടുക്കൽ പോയി സൽക്കാരം കൈക്കൊള്ളുവാൻ അനുവദിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കപ്പൽ നീക്കി. കാറ്റ് പ്രതികൂലമാകയാൽ കുപ്രോസ് ദ്വീപിന്റെ മറവറ്റുകൂടി. ഇപ്പൊ അവിടെ
ഒരു യാത്രയാണ്, ഓടുകയാണ്, കപ്പലിൽ ഓടുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു പ്രതികൂലം, കാറ്റ് പ്രതികൂലമായി, പ്രതികൂലത്തിന്റെ ഒരു കാറ്റടിഞ്ഞ് കാറ്റ് വീശയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പോകുന്ന യാത്രയിൽ ചില പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മളെ ആഞ്ഞടിച്ചെന്ന് വരാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പട്ടുമെത്ത അല്ലാന്ന് പല ദൈവദാസന്മാരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു യാത്രയിൽ പോകുമ്പോൾ ചില പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞു വീശിയെന്ന് വരാം. അപ്പോൾ അടുത്ത വാക്യം പറയുന്നു, കിലിക്കിയ പാമ്പുലിയ കടൽ വഴിയായി ചെന്ന് ലൂക്കിയയിലെ മുറ പട്ടണത്തിലെത്തി. അവിടെ ശതാധിപൻ ഇതിലേക്ക് പോകുന്ന ഒരു അലക്സാന്ദ്രിയ കപ്പൽ കണ്ടു ഞങ്ങളെ അതിൽ കയറ്റി. അവളെ കപ്പൽ പിന്നെ ഞങ്ങൾ ബഹു ദിവസം പതുക്കെ ഓടി. അതെ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയുമ്പോൾ ഓട്ടം തന്നെയായിട്ട് അവിടെ ചെന്നോടും ഇവിടെ ചെന്നോടും അവരെടുത്ത് പറയാം, മറ്റേ പാസ്റ്റർക്ക് പറയും, അച്ഛനടുത്ത് ചോദിക്കും, ചുമ്മാ നിൽക്കാൻ സമയമില്ല, ചുമ്മാ കിടന്ന് ഓടിയിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. നമ്മൾ ആ സമയത്ത് എന്താണ്? പതുക്കെ ഒന്ന് കർത്താവിന് സന്നിധിക്കണം. ഇവിടെ അവർ ഓടിയപ്പോൾ പതുക്കെ ഓടി. നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മൾ കിടന്ന് ഓടുന്ന ഓട്ടം ഒന്ന് മതിയാക്കണം. നമ്മൾ അന്നേരം ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് കർത്താവിന്റെ സന്നിധി ഇരിക്കണം. എന്താണ് കർത്താവേ ഈ ഒരു പ്രതികൂലം എന്റെ ജീവിതത്തിൽ വരാൻ കാരണം? ദൈവം നീ എന്നോട് ദൈവം സംസാരിക്കുമോ? എത്ര പേർക്ക് അറിയാം ദൈവം സംസാരിക്കും? ദൈവം സംസാരിക്കുമെന്ന് നിങ്ങൾ അനുഭവിച്ചറിയണം. നിങ്ങൾക്ക് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമാണെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ പ്രതികൂലത്തിന്റെ അവസ്ഥയും പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ സമയം കണ്ടെത്തണം. ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് ആ വിശ്വാസവും വർദ്ധിക്കുകയുള്ളൂ. ഏത് വിഷയം വന്നാലും നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെല്ലുകയും ചെയ്യുള്ളൂ. അപ്പോൾ പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളിൽ ഓട്ടം മതിയാക്കിയിട്ട് കർത്താവിന് സന്നിധിക്കണം. അടുത്ത പറയുന്നു, ഓടി ക്നീദോസ് തൂക്കിൽ പ്രയാസത്തോടെ എത്തി. കാറ്റ് സമ്മതിക്കുകയായിരുന്നു. ഇവിടെ വീണ്ടും കാറ്റ് സമ്മതിക്കുന്നില്ല. അവരെ യാത്രയിൽ മുമ്പോട്ട് പോകാനായിട്ട് കാറ്റ് സമ്മതിക്കുന്നില്ല. ക്രേത്യ ദ്വീപിന്റെ മറുപറ്റി ഷൽമോനയ്ക്ക് നേരെ ഓടി കരപറ്റി പ്രയാസത്തോടെ ലസയ പട്ടണത്തിന്റെ സമീപത്ത് ശുഭ തുറമുഖം എന്ന് പേരുള്ള സ്ഥലത്തെത്തി. അപ്പോൾ ഇവരെ യാത്രയിൽ അവർ പോകുമ്പോൾ ഒരു പ്രതികൂലത്തിന്റെ ഒരു കാറ്റ് വരുന്നു, സമ്മതിക്കാത്ത ഒരു കാറ്റ്, മുമ്പോട്ട് പോകാൻ ഒരു വിധത്തിലും സമ്മതിക്കാതെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെയുള്ള ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായെന്ന് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കർത്താവിന്റെ മുഖം അന്വേഷിക്കുക. നമ്മൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഒരു മനുഷ്യനും നമ്മൾ വിചാരിക്കും നമുക്ക് അവരടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പറയാം, മറ്റൊരിടത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പറയാം. നമ്മൾ തന്നെ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കാൻ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പാസ്റ്റർമാരെ വിളിക്കാം, ബാക്കിയുള്ള എല്ലാവരെയും വിളിക്കാം, എന്നെയും വിളിക്കാം, ഞാനും പ്രാർത്ഥിക്കും. പക്ഷേ ഏറ്റവും ആവശ്യം നമ്മൾ കർത്താവിന് സന്നിധിക്കണം. നമ്മൾ ആ പ്രശ്നത്തിൽ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ കാണും, ദൈവം നമ്മോട് സംസാരിക്കും. ആ ശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ കർത്താവിന് സന്നിധിക്കണം. അപ്പോൾ ഇവിടെ അടുത്ത വാക്യം പറയുന്നു, 9-ാമത്തെ, ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പ് കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാവ് കൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. ഇവിടെ പൗലോസ് അവരെ പ്രബോധിപ്പിക്കുകയാണ്. എന്താണ്? പുരുഷന്മാരെ, ഈ യാത്രയിൽ നമ്മുടെ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും. അതെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളിലും നമ്മൾക്ക് ചില സാഹചര്യങ്ങൾ, നാളെ വരാനിരിക്കുന്ന ഒരു സംഭവം പലപ്പോഴും ചില ദൈവദാസന്മാരിലൂടെ ദൈവം നമ്മളോട് നേരത്തെ സംസാരിച്ചതായിരുന്നു. ആമേൻ. ദൈവദാസന്മാര് ചില കാര്യങ്ങൾ നമ്മെ പ്രബോധിപ്പിച്ചതായിരിക്കും. എന്നാൽ നാളെ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല, കർത്താവിനറിയാം നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് വരുമെന്ന്. അതുകൊണ്ട് ദൈവം അതിന് മുമ്പേ തന്നെ ചില ആലോചനകൾ ഇവിടെ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിശ്വാസിയിലൂടെ ആയിരിക്കാം. നാളെ വരാനിരിക്കുന്ന ഒരു കഷ്ടം ഇന്നതാണ് എന്ന് നമ്മെ കർത്താവ് നമ്മെ അറിയിക്കാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കില്ല. കർത്താവ് നേരത്തെ വരാനിരിക്കുന്ന എന്തെങ്കിലും ഒരു ദുഃഖമോ പ്രയാസമോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുവെങ്കിൽ അതറിയുന്ന ദൈവം നമ്മെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മെ പ്രബോധിപ്പിക്കും. ഇവിടെ എന്താണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത്? പുരുഷന്മാരെ, യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന്
അവരെ പ്രബോധിപ്പിച്ചു. അതെ, ദൈവസേനയിൽ ഇരിക്കുന്ന വ്യക്തികള് അല്ലെങ്കിൽ ദൈവത്തെ മുന്നിൽ പിടിച്ച് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ചില വ്യക്തികൾക്ക് ദൈവം ചില ആലോചനകളെ കൊടുക്കും. അപ്പൊ അങ്ങനെ ഉള്ള ആലോചനകളെ കൊടുക്കുമ്പോൾ അത് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കേൾക്കണം. ദൈവീയ ആലോചനയാണ് നമ്മൾ എടുക്കണം, നമ്മളത് കേൾക്കണം. എന്നുവെച്ചാൽ നാളെ വരാനൊരു കഷ്ടം ഇരിക്കുകയാണ്, നീ ആ വഴി പോകല്ലേ മകളെ, പോകല്ലേ മകനെ. ദൈവം നമ്മെ പ്രബോധിപ്പിക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധ വെച്ച് കേൾക്കണം. അടുത്ത് നമുക്ക് വായിക്കാം 11-ാമത്തെ വാക്യം. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലൂമിയുടെയും കപ്പൽ ഉടമസ്ഥന്റെയും വാക്ക് അധികം വിശ്വസിച്ചു. ശതാധിപൻ എന്ത് ചെയ്തു? മാലൂമി കപ്പിത്താൻ അല്ലേ, കപ്പിത്താന്റെയും കപ്പൽ ഉടമയുടെയും. അപ്പൊ ശതാധിപൻ വിചാരിച്ചെന്തരാണ്? ഇവർക്കല്ലേ ഈ കപ്പലുമായിട്ട് വലിയ പരിചയമുള്ളത്, കപ്പിത്താൻ അറിഞ്ഞുകൂടാത്ത വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ കപ്പൽ ഉടമയ്ക്ക് അറിയാൻ വയ്യാത്ത കാര്യമുണ്ടോ? ഈ പൗലോസ് പറയുന്നതിനേക്കാൾ അവർക്കല്ലേ നല്ല പരിചയം, കടലുമായിട്ടും കപ്പലുമായിട്ടൊക്കെ നല്ല പരിചയമുള്ളത്. നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മൾ ദൈവവാക്ക് ശ്രദ്ധിക്കാതെ, ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കാതെ, പ്രബോധനങ്ങളെ കേൾക്കാതെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? വലിയ വലിയ ആളുകളെടുത്ത് പോകും. ആ പ്രശ്നം അവർക്കേ പരിഹരിക്കാൻ പറ്റുള്ളൂ അല്ലേ? പ്രാർത്ഥിക്കുന്നവർ പറയുന്നത് കേൾക്കൂല, മറ്റുള്ള പലരുടെയും ലോകത്തിലുള്ള വലിയ വലിയ ആൾക്കാരുടെ ചെല്ലും, അവിശ്വാസികളുടെ ചെന്ന് പറയും. അവര് പറയും. ഇവിടെ പൗലോസ് കേട്ടത് എന്താണ്? പൗലോസ് പറഞ്ഞ വാക്ക് കേൾക്കാത്ത കപ്പിത്താനും കപ്പൽ ഉടമസ്ഥനും ആരുടെ വാക്ക്? അവരുടെ വാക്കാണ് പൗലോസിന്റെ വാക്കിനേക്കാൾ അധികമായിട്ട് വിലയെടുത്തത്. അടുത്ത ആ തുറമുഖ ശീതകാലം കഴിപ്പാൻ തക്കതല്ലായികയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന പൊയ്നിക്കുന്ന ക്ഷേത്ര തുറമുഖത്ത് കഴിയുന്നുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്ക പേരും ആലോചന പറഞ്ഞു. അപ്പൊ കപ്പിത്താൻ മാത്രമല്ല, കപ്പൽ ഉടമ മാത്രമല്ല, ആരാണ്? മിക്കപേരും ആലോചന പറഞ്ഞു. ഇതുപോലെ പലരും നമുക്ക് പല ആലോചന പറയും. ഒരു മനുഷ്യന്റെ ആലോചന കേൾക്കാൻ നിങ്ങൾ പോകരുത്. നമ്മുടെ കഷ്ടകാലത്ത് നമ്മെ സഹായിക്കാൻ ഒരു വ്യക്തികളും വരില്ല. നമ്മുടെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവമില്ലാത്ത ഒരു വ്യക്തികളുടെ നമ്മളോട് തലവെച്ചു കൊടുക്കരുത്. അവരുടെ ആലോചന കേൾക്കാൻ നമ്മൾ പോകരുത്. അവർക്കൊരു പക്ഷേ ലോകപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവജനത്തിന് ദൈവം തരുന്ന ആലോചനകളും ദൈവം തരുന്ന വഴിയുമല്ലാതെ അത് വിട്ടിട്ട് നമ്മൾ മറ്റൊരിടത്തും. ഇവിടെ അടുത്തത് പറയുന്നു, മിക്കപേരും ആലോചന പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ എന്തിനാണ്? ശതാധിപൻ കേട്ട ആലോചന ആരുടെയൊക്കെയാണ്? കപ്പൽ ഉടമസ്ഥന്റെയും അല്ലേ, കപ്പിത്താന്റെയും പലരുടെയും ആലോചനകൾ കേട്ടു. മിക്കപേരുടെയും ആലോചന പറഞ്ഞു. തെക്കൻ കാറ്റ് മന്ദമായി പുതുക്കളയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. ഈ ആലോചനകള്, ലോകം കൊടുത്ത ആലോചനകൾ കേട്ട സമയത്ത് എന്ത് പറ്റി? തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാണ്. അപ്പൊ വിചാരിച്ചാ ശരി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവം താ എനിക്ക് വഴി തുറന്നു തന്നു. ഇപ്പൊ തെക്കൻ കാറ്റ് ശക്തിയോടെ അടിച്ചിരുന്ന പ്രതികൂലത്തിന്റെ കാറ്റും സമ്മതിക്കാത്ത കാറ്റും ഒക്കെ ഒന്ന് അടങ്ങി ഇല്ലേ? അടങ്ങിയിട്ട് ഇപ്പൊ എന്താണ്? തെക്കൻ കാറ്റ് ഇപ്പൊ മന്ദമായി ഊതുകയാണ്. അപ്പൊ എനിക്ക് ശരിയായി, അത് എന്നെ ശരി, ഈ വഴിയാണ് ശരിയെന്ന് തോന്നത്തക്ക വിധത്തിൽ ഒരു തെക്കൻ കാറ്റ് മന്ദമായി ഊതി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്യദ്വീപിന്റെ മറപറ്റി ഓടി. അടുത്ത വാക്യം വായിക്കണേ, 14-ാമത്തെ വാക്യം. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലെന്ന കൊടുങ്കാറ്റടിച്ചു അല്ലേ? ദൈവീയ ആലോചനകളെ നമ്മൾ കേൾക്കാതെ നമ്മൾ സദൃശ്യവാക്യം 5:12, 13, 14 ഒന്ന് വായിക്കാമോ? നമ്മൾ എന്ത് വേണം? അവിടെ പ്രബോധനം വെറുത്തു അല്ലേ? പ്രബോധനം വെറുത്തു. ദൈവവചനത്തിൽ പ്രബോധിപ്പിച്ച ആ ദൈവജനത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ അത് വെറുത്തിട്ട് ഓടിയപ്പോ എന്ത് പറ്റി? അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും അടുത്ത അവസാനത്തെ വാക്യം, അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും. ആമേൻ. ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസനയെ ഉപേക്ഷിക്കുകയും ചെയ്തു. നമ്മെ പ്രബോധിപ്പിക്കുന്ന പ്രബോധനങ്ങൾ കേൾക്കാതെ അത് നമ്മൾ വെറുക്കുകയും നമ്മെ ശാസിക്കുന്ന എന്താണ്? ദൈവമക്കള് നമ്മളെ ചിലപ്പോൾ ശാസിച്ചെന്ന് എന്തിനാണെന്ന് അറിയാമോ? നമ്മൾ ദൈവമക്കളാ, നമ്മൾ പരസ്പര സഹോദരങ്ങളാ. അവരുടെ ഒരു കഷ്ടം നമുക്ക് നാളെ കാണാൻ നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? ചിലപ്പോൾ ചില ശാസനകളും ചില പ്രബോധനങ്ങളും ഒക്കെ നമുക്ക് തന്നത് എന്തെന്നറിയാമോ? ലോക മനുഷ്യർക്ക് അതിന്റെ ആവശ്യം അവരെങ്ങനെ ആയിക്കൊണ്ട് കൊടുക്കും. ചിലപ്പോൾ അവർ എനിക്ക് ഇപ്പൊ പൈസ ഞാൻ എടുത്ത് തരാം, ലോൺ എടുത്ത് ഞാൻ നിനക്ക് തരാം. അവര് ഇഷ്ടംപോലെ ലോൺ എടുത്ത് നമുക്ക് തരും. അടയ്ക്കേണ്ടത് നമ്മളല്ലേ അടയ്ക്കേണ്ടത്. പക്ഷെ ദൈവം ചിലപ്പോൾ പറയും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർ പറയുന്നതാണ് നമ്മൾ കേൾക്കുന്നത്. അവസാനം എന്ത് ചെയ്യും? അവരൊക്കെ എടുത്തു തന്നിട്ട് അവരങ്ങ് പോകും. നമ്മൾ വിടക്കിടന്ന് കഷ്ടപ്പെട്ട്
മുമ്പോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദൈവം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ഏതൊരു വിഷയം വന്നാലും നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി, ദൈവമേ ഈ സാഹചര്യത്തിൽ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകണം കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. ദൈവം നമ്മൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില അവസ്ഥകൾ, ഇതിനു മുമ്പേ ഇവിടെ നിന്ന് ചിലർ പ്രബോധനം പറഞ്ഞതായിരിക്കാം, പക്ഷേ ഒന്ന് കേൾക്കാൻ, അതെന്താണെന്നൊന്ന് കേൾക്കാൻ പോലും ചെവി കൊടുക്കാതെ ഇപ്പോൾ കടന്നു പോകുന്ന ചില അവസ്ഥകൾ അതിൻ്റെതായ ചില ഫലങ്ങളായിരിക്കാം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സില്ലാതെ എൻ്റെ കഴിവ് ഇപ്പം എന്തിനാണ്, എനിക്ക് ശക്തിയുണ്ട്, കഴിവുണ്ട്, ബലമുണ്ട്, ഓടാൻ പറ്റും, ഞാൻ ഓട്ടം ജോലി ചെയ്യുന്നു, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ കൊടുക്കുന്നു. പക്ഷേ ദൈവം പറയുന്ന വാക്ക് കേൾക്കാൻ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ നമ്മുടെ സാമർഥ്യം കൊണ്ട് ഈ സാഹചര്യം മറികടക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ദൈവമക്കളെ നമുക്ക് പറ്റില്ല. ദൈവത്തെ അനുസരിച്ച് കീഴ്പ്പെട്ടവന്റെ ബലമുള്ള കൈകീഴിൽ താണിരുന്നു കൊണ്ട് അവന്റെ ആലോചന കേട്ട് ചെയ്യുന്ന പുരുഷനാണ് ഭാഗ്യവാൻ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കാൻ ശ്രമിക്കണം. ദൈവമക്കള് പരസ്പരം നമ്മളടുത്ത് ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങള് എന്റെ സഹോദരങ്ങളാണ്, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും സഹോദരങ്ങള്. അവർ നാളെ കടന്നു പോകുന്ന ഒരു കഷ്ടം കാണാൻ എനിക്ക് ഇഷ്ടമില്ല. അവരെ ഒരു കഷ്ടത്തിലുള്ളപ്പോൾ അത് എന്റെയും കഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ദൈവദാസന്മാര് അവർ ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ ഉപദേശിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ അത് നമ്മൾ കേൾക്കാതെ പോയാൽ അയ്യോ ഞാൻ പ്രബോധനം വെറുക്കുകയും ആ വചനം പറഞ്ഞതുപോലെ നമ്മൾ പറയേണ്ടി വരും. അപ്പൊ നമ്മൾ അത് പ്രബോധനം വെറുക്കും. അടുത്ത നമുക്ക് സുവിശേഷം 22 മുതൽ 25 വരെ. അപ്പൊ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുമായി ഗദരദേശത്ത് പോകുന്ന ഒരു യാത്രയാണ് അല്ലെ. ആ പടകില് ഗദരദേശത്തെ ഒരു ബന്ധിച്ചിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ വിടുവിക്കാൻ പോകുന്ന ഈ യാത്രയിൽ ആ യാത്രയിൽ പോകുന്ന സമയത്ത് കർത്താവ് പടകിൽ കർത്താവ് ഉറങ്ങുകയാണ്. ഉറങ്ങുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റുണ്ടാകുന്നു. ഈ കൊടുങ്കാറ്റ് കഴിഞ്ഞിട്ട് അവസാനം കടൽ ഭയങ്കര ക്ഷോഭമാകുന്നു, തിരമാലകൾ അലയ്ക്കുന്നു, അടിച്ച് വെള്ളത്തിൽ കയറുന്നു, അത് മുങ്ങുമാറാകുന്നു. ഞാൻ ചോദിക്കുന്നത്, കർത്താവ് പടകിലില്ലേ? ഇല്ലേ? കർത്താവ് പടകിലുണ്ടല്ലോ അല്ലേ? കർത്താവ് ഉറങ്ങുകയാണോ അതോ ഉറക്കം നടിക്കുകയാണോ? ഞാൻ സത്യത്തിൽ ഞാൻ ചിന്തിച്ചു നോക്കിയതാ. ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് ഈ പടകിൽ നീ ഉറങ്ങുകയായിരുന്നോ അതോ ഉറക്കം നടിക്കുകയായിരുന്നോ? കർത്താവ് എല്ലാം അറിയുന്ന ദൈവമാണ്. ഈ ഏത് സാഹചര്യവും, നമ്മുടെ ഏത് സാഹചര്യം അറിയുന്ന ദൈവമാണ്. കർത്താവ് ചിലപ്പോൾ ഉറക്കം നടിച്ചെന്നിരിക്കാം അല്ലേ. അപ്പൊ ഇവിടെ പടക് മുങ്ങുമാറായി അല്ലേ, വെള്ളം അടിച്ചു കഴിഞ്ഞ് തിരമാലകൾ വന്നു. ഈ തിരമാലയ്ക്ക് കർത്താവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല അല്ലേ. വെള്ളം അടിച്ച് പടകിൽ കയറിയപ്പോൾ കർത്താവിന്റെ ദേഹം നനഞ്ഞു കാണില്ലേ. എന്നിട്ട് ആ വെള്ളത്തിനോ തിരമാലയ്ക്കോ കർത്താവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. ഉറക്കമാണോ ഉറക്കം നടിക്കുകയാണോ നമുക്കറിയില്ല. പക്ഷെ എന്ത് തന്നെയായിരുന്നാലും ഇത് രണ്ടിനും കർത്താവിനെ ഉണർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ തന്റെ മക്കൾ അടുത്ത് ചെന്ന്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നു, അതിൽ നിനക്ക് വിചാരമില്ലേ എന്നൊരു വാക്ക് കേട്ടപ്പോൾ കർത്താവ് ഉണർന്നു അല്ലേ. ചില സാഹചര്യങ്ങളിൽ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥയിലും ചിലപ്പോൾ കർത്താവ് നമ്മളെ പടകിൽ കൂടെ ഉണ്ട്. പക്ഷെ എങ്കിലും കർത്താവ് ഉറങ്ങുകയാണോ, കർത്താവ് എൻ്റെ കൂടെ ഇല്ലേ എന്ന് നമുക്കും തോന്നിപ്പോകാം. പക്ഷെ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ട്, ഉറപ്പ് തന്നെ. എന്താണെന്ന് അറിയാമോ? ഞാൻ അന്ത്യത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ, അവൻ വിശ്വസ്തൻ തന്നെയാണ്. അവൻ വാക്ക് പറഞ്ഞിട്ട് ഒരിക്കലും മാറാത്ത ദൈവമാണ്. അതുകൊണ്ട് കർത്താവ് നമ്മുടെ പടകിലുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെ ചില അനുസരണക്കേടുകൾ കാണിക്കുമ്പോൾ കർത്താവ് നോക്കിയിരിക്കും. ഓട് എത്രത്തോളം ഓടുമെന്ന് ഞാൻ നോക്കട്ട്. കർത്താവ് മിണ്ടാതിരിക്കും. കർത്താവ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കും. എന്തിനെന്നറിയാമോ? നമ്മുടെ അടുത്തുള്ള ദേഷ്യമല്ല കർത്താവിന്, കർത്താവിന്റെ മഹത്വം നമ്മളെ നടിക്കണം. ഇവിടെ ശിഷ്യന്മാർക്ക് അവര് കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാകാൻ കർത്താവ് പറഞ്ഞപ്പോൾ കാറ്റും കടലും അടങ്ങും. എന്തെന്നറിയാമോ? ഈ കാറ്റും കടലും അടങ്ങുവാൻ, അല്ലെങ്കിൽ ഈ പ്രകൃതിയെ പോലും കർത്താവ് കാറ്റിനെയും കടലിനെയും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രകൃതി പോലും കർത്താവിന്റെ കരങ്ങളിലാണ്. അവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ്. തന്റെ ശിഷ്യന്മാർക്ക് ദൈവത്തിന് ഇതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവൻ കാറ്റിനോട് കൽപ്പിക്കുന്നു, കാറ്റ് അടങ്ങാന്ന് പറയുന്നു, കടലെ അവിടെ കാറ്റും കടലും കൂടി അനുസരിക്കുന്നു. ഇത് ആരെ അറിയിക്കണം? കർത്താവ് ഉറങ്ങിയൊന്നുമല്ലായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, എന്റെ ചിന്തയിൽ അതാണ്, കർത്താവ് അവിടെ ഉറങ്ങയില്ല. കർത്താവിന് നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണം. ദൈവം മക്കളെ, എനിക്ക് സകലത്തിനും കഴിവുള്ളവനാണ്,
എനിക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് കർത്താവിന് നമ്മെ പഠിപ്പിക്കാനായിട്ട് ചില പ്രബോധനങ്ങളോ ചില ആലോചനകളോ കേൾക്കുമ്പോൾ ഇതുപോലെ ഇവർക്ക് ഞാൻ പറയുന്നത് ആദ്യം ഈ കൊടുങ്കാറ്റ് വന്നപ്പോഴേ ഇവർക്ക് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്ന ഇവർ പറഞ്ഞില്ലല്ലോ. കടൽക്ഷോഭം ഉണ്ടായി അപ്പോഴേ ഇവർക്ക് ദൈവത്തിന് കർത്താവിന് പറഞ്ഞുകൂടായിരുന്നു. പറയില്ല നമ്മളും പറയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഓടും. ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കിടന്ന് ഓടും. എൻ്റെ കഴിവ് കൊണ്ട് ഞാനിത് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോ കർത്താവിനെ ശല്യപ്പെടുത്തണ്ട. അവര് അന്നേരം ഒന്നും വിളിച്ചില്ല. പക്ഷേ മുങ്ങുമാറായപ്പോൾ കർത്താവ്, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? മുങ്ങുമാറായപ്പോൾ ഇതുപോലെ തന്നെ അങ്ങ് അവസാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുങ്ങിപ്പോകും എന്നുള്ള ഘട്ടം വരെ ഞങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലൂല. നമ്മൾ മുങ്ങിപ്പോകുന്ന അവസ്ഥ വരുമ്പോഴത്തേക്ക് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലും. നമ്മൾ നിലവിളിക്കും, കർത്താവേ ഇതാണ് എൻ്റെ അവസ്ഥ, ദൈവമേ നീ എന്നെ സഹായിക്കണം. കർത്താവ് സഹായിക്കും. അപ്പോഴും നമ്മൾ അവൻ്റെ മഹത്വം കാണും. ഇതുവരെ ഞാൻ ഓടിയിട്ടും എൻ്റെ കഴിവുകൊണ്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടും നടക്കാത്ത ഒരു കാര്യം ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ അവനോട് ഞാൻ നിലവിളിച്ചപ്പോൾ ഇതാ ഉത്തരം വന്നു. ഈ മഹത്വം നമ്മൾ പറയണം. നാളെ നമ്മൾ മറ്റുള്ളവർക്ക് പറയണം. ഞാൻ ഓടി കുറേയൊക്കെ കേട്ടോ. ചിലപ്പോൾ നാളെ നമ്മുടെ മുമ്പിൽ വേറൊരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമുക്ക് ഉപദേശിച്ചു കൊടുക്കണം. അവരെടുക്കുക, അയ്യോ നിങ്ങൾ ഞങ്ങളൊന്ന് ഓടല്ലേ, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരി, അവന്റെ സന്നിധിയിൽ മുട്ടുമടക്ക്, ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് നമുക്ക് അവരടുത്ത് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഞാനൊരു രോഗത്തിൽ കൂടെ പോയവളാണ്. ആ രോഗത്തിലൂടെ കടന്നുപോയപ്പോൾ ഈ ലോകത്തിലെ ഒരു ഡോക്ടർമാർക്കും എനിക്ക് സൗഖ്യം തരാൻ കഴിഞ്ഞില്ല, അല്ലേ? ആയുർവേദ, അലോപ്പതി, ഹോമിയോ ഇവർക്കാർക്കും എനിക്ക് സൗഖ്യം തരാൻ കഴിയാതിരുന്ന എന്തിനെന്നറിയാമോ? എനിക്ക് എന്നെ കർത്താവിനെ വെളുപ്പി തരണം. ഞാൻ രോഗസൗഖ്യം തരുന്ന ദൈവമാണ്. എന്നെ പോലെ വേറൊരു ഡോക്ടർ ഇല്ല. നമ്മുടെ കർത്താവ് അല്ലാതെ നമുക്ക് വേണ്ടി വില കൊടുത്ത ഒരു ഡോക്ടർമാരും ഇല്ല. ഇത് ദൈവത്തിന് എന്നെ പഠിപ്പിക്കണം. ഇത് ഞാൻ മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കണം. അത് മാത്രമല്ല, ഒരു രോഗി എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കണ്ണുനീരുണ്ടാവണം. ഞാൻ കടന്നുപോയ അവസ്ഥ ഞാൻ ഓർക്കണം. ഞാൻ ഓർത്തിട്ട് ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കർത്താവിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മളോട് കരുണയില്ലാത്തതോ നമ്മുടെ മനസ്സിലില്ലാത്തതോ ദൈവമല്ല. തന്റെ ശിഷ്യന്മാർക്ക് തന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ കർത്താവ് ചിലപ്പോൾ ഉറക്കം നടിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർക്കണം, കർത്താവിന്റെ പടകിലുണ്ട്. പക്ഷെ അവൻ ഉറങ്ങുകയല്ല, ഉറക്കം നടിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ നമ്മൾ അവന്റെ സന്നിധിയിൽ നിലവിളിക്കണം. നമ്മൾ ഏറ്റവും അവസാനമേ പോവുള്ളൂ. നമ്മൾ അവന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ ഉത്തരം എത്രയും പെട്ടെന്ന് കിട്ടും. അപ്പൊ അതിനായി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലണം. അപ്പൊ ഇവിടെ കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലം നിന്ന് കൊടുങ്കാറ്റടിച്ചു. നമുക്ക് ബാക്കിയുള്ള വായിക്കണം. 18ാമത്തെ വാക്യം. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുകൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു. ഇപ്പൊ എന്തു പറ്റി? അവരുടെ ഉണ്ടായിരുന്ന ചരക്കുകളെല്ലാം അവർ പുറത്തു കളഞ്ഞു. അടുത്തത് 3-ാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിലിട്ട് കളഞ്ഞു. ഇപ്പൊ കപ്പൽ കോപ്പും ഇല്ല, ചരക്കും ഇല്ല. ഇതുപോലെയൊക്കെ അല്ലേ നമ്മുടെയും ചിലരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടും, അല്ലേ? ആഹാരമില്ല, വെള്ളമില്ല. അടുത്ത വീണ്ടും വായിക്കും. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും അറ്റുപോയി. ഇപ്പൊ എന്തു പറ്റി? ചരക്ക് പോയി, ആഹാരമില്ല, കപ്പൽ കോപ്പും പോയി. ഇനിയിപ്പോ എന്താണ്? സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല. സൂര്യനും നക്ഷത്രങ്ങൾ വെളിച്ചമില്ലാതെയായി. ഈ ഒരു വെളിച്ചം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ, വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കിവിടെ ഇരിക്കുന്ന ഒരു സാധനം കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇരുളിൻ്റെതായ അനുഭവം, നമ്മുടെ ജീവിതം ഇരുണ്ടുപോയി, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പ്രകാശം പോലും ഇല്ലാത്ത അനുഭവമായി. അടുത്തിരിക്കുന്ന ഒരു സാധനം കാണണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുളിൻ്റെതായ ചില അനുഭവങ്ങൾ എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനുസരണക്കേട് മാത്രമാണ്. ഇരുളിൻ്റെതായ ഒരു അനുഭവം ഇപ്പൊ എവിടെ ജീവിതത്തിൽ വന്നു? കാണാൻ പറ്റുന്നില്ല, ഇരുട്ട്, നക്ഷത്രമില്ല, സൂര്യനും ഇല്ല, ഒന്നുമില്ലാത്തൊരു അനുഭവം. അപ്പോൾ ആ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും അറ്റുപോയി. രക്ഷപ്പെടും എന്നുള്ള ആശ പോലും ഇപ്പോൾ ഇല്ലാതെ. അപ്പോൾ അടുത്ത വാക്യം പറഞ്ഞു, അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പൊ പട്ടിണിയാണ്, അല്ലേ? ആഹാരമില്ല, ഒന്നുമില്ലാത്ത അനുഭവം, പട്ടിണിയാണ്. അപ്പോൾ പൗലോസ് പറയാണ്, പുരുഷന്മാരെ, എന്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു, അല്ലേ?
എന്റെ വാക്ക് കേട്ടിട്ട് നമുക്ക് സ്വല്പം നേരം വിശ്രമിക്കേണ്ടതായിരുന്നു. പൗലോസ് പറയുന്നത് ഈ യാത്ര നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ തടസ്സമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. എന്റെ വാക്ക് അനുസരിക്കാതെ വീണ്ടും ഓടിയത്. നമ്മൾ അല്പം വിശ്രമിക്കേണ്ടതായിരുന്നു എന്ന് പൗലോസ് മറ്റുള്ള പുരുഷന്മാരെ നോക്കി പറയുകയാണ്. ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിക്കാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന് പറയാനുള്ളതേ ഉള്ളൂ. നമ്മുടെ ദൈവം സ്നേഹത്തിന്റെ ഉറവിടമാണല്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചില അനുസരണക്കേടുകളൊക്കെ കാണിച്ചെന്നിരിക്കും അല്ലേ. ചിലപ്പോൾ മറുതലിച്ച് നിന്ന് നമ്മളൊരു മനുഷ്യനോട് മറുതലിക്കുമ്പോൾ അത് ആരോടാണ് മറുതലിക്കുന്നത് അറിയാമോ? നമ്മൾ ദൈവത്തോടാണ് മറുതലിക്കുന്നത്. അപ്പൊ ഞാൻ സുബിനോട് മറുതലിക്കുന്നു, അവ എൻ്റെ അടുക്കെന്ന് പറയുമ്പോൾ ഞാൻ മറുതലിച്ചിരിക്കുകയാണ്. ആരോടാണ് ഞാൻ മറുതലിക്കുന്നത്? ദൈവത്തോടാണ്. ദൈവം അതാ കാണുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ മറുതലിപ്പും ചിലപ്പോൾ അനുസരണക്കേടും ഒക്കെ നമ്മൾ കാണിച്ചെന്നിരിക്കാം. എങ്കിലും നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. പക്ഷെ അനുസരണക്കേടിന് കർത്താവ് നമ്മെ പല കാര്യങ്ങളും പഠിപ്പിക്കില്ല എന്നല്ല. കർത്താവ് നമ്മെ ആദ്യം ദൈവം എന്താണ് നമ്മെ നിൽക്കാനാണ് കർത്താവ് പഠിപ്പിക്കുന്നത്, വേറെ ഒന്നിനുമല്ല. ഈ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഈ സാഹചര്യത്തിൽ നീ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഇത് പഠിപ്പിക്കാനാണ് ചില വഴികൾ അല്ലെ. ഇസ്രായേൽ മക്കൾ എന്തിനാണ് മിസ്രൈമിൽ നിന്നും ആ മരുഭൂമിയിലുള്ള യാത്രയിൽ നേരെയുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അല്ലെ. മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്ത് എത്താനായിട്ട് നേരെയുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. ആരാണ്? യോസേഫ് തന്റെ അപ്പനെയും സഹോദരങ്ങളെയും വിളിച്ചുകൊണ്ടുവന്ന് അതയച്ചു കൊടുത്തല്ലോ. അത് അയച്ചു കൊടുത്ത് നേരെയുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് ആ വഴിയെ കൊണ്ടുപോയില്ല. എന്തുകൊണ്ട്? മരുഭൂമിയിലൂടെ കർത്താവ് നടത്തി. മരുഭൂമിയിലൂടെ എന്താണ് കർത്താവ് നടത്തിയെന്ന് അറിയാമോ? ഈ മരുഭൂമിയിലൂടെ നീ പോയി, നീ മടിയനാണ്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ നിനക്ക് അറിഞ്ഞുകൂടാ, നിനക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാ. ഈ മരുഭൂമിയിലൂടെ നീ കടന്നു പോകുമ്പോൾ മാത്രമേ നിന്നെ ഞാൻ യുദ്ധം അഭ്യസിപ്പിക്കുകയുള്ളൂ. യുദ്ധം അഭ്യസിപ്പിച്ച പല രാജാവുകൾ പിടിച്ചടക്കി അവരെ കൊണ്ടുപോയത് എന്തിനാണ്? നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കണം ദൈവത്തിന്. ഇന്നും ദൈവത്തിന് നമ്മോട് കരുണ ഇല്ലാഞ്ഞിട്ടല്ല, കർത്താവ് കരുണയുള്ളവനാണ്. നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന് നമ്മോട് കരുണയുണ്ട്. പക്ഷേ നമ്മളെ കരുണയുണ്ടെന്ന് പറഞ്ഞ് കർത്താവ് നമ്മെ അങ്ങ് വെറുതെ വിടൂല, പഠിപ്പിച്ചിട്ടേ എടുക്കുള്ളൂ. എന്നുവെച്ചാൽ അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ അല്ലേ? അപ്പനാണെങ്കിൽ ശിക്ഷിക്കും, അപ്പനാണെങ്കിൽ കറക്റ്റ് ചെയ്യും അല്ലേ. അപ്പൊ സ്വന്തം മക്കളെ അവരെ വഴിക്കങ്ങ് കർത്താവ് വിടൂല. അവരെ പഠിപ്പിച്ച് അടി കൊടുത്ത് ശിക്ഷിച്ച് നല്ലതുപോലെ അതാ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ശിക്ഷിച്ച് വളർത്തും. പക്ഷെ അവൻ നമ്മെ കൈവിടില്ല. ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മെ കൈവിടില്ല. അതാ ഇവിടെ അവസാനം പറയുന്നത്. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. നമ്മളും നമ്മുടെ ജീവിതത്തിലും ഒരു സ്വർഗീയ കനാനിലേക്കുള്ള ഒരു യാത്രയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ വഴിയിൽ ഇതുപോലുള്ള പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വേദനകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മെ അവിടെ കൊണ്ടെത്തിക്കാൻ മതിയായ ഒരു ദൈവമാണ്. എവിടെയാണ്? ആ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇവിടെ പഠിപ്പിച്ച് പണിത് എടുത്തിട്ട് നമ്മെ ആ സ്വർഗീയ കനാനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കാനായിട്ടാണ് നമ്മുടെ കർത്താവിന്റെ ഉദ്ദേശം. അപ്പൊ ഇവിടെ പറയുന്നു, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പ്രാണന് ഹാനി വരുത്തില്ല കർത്താവ്. ഈ ലോകത്തിലുള്ളതൊക്കെയും താൽക്കാലികമാണ്. ഈ ലോകത്തിലുള്ളതൊക്കെ നമ്മൾ വിട്ടിട്ട് പോകേണ്ടതാണ്. നമ്മൾ എന്ത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നാലും അതൊക്കെ നമ്മൾ വിട്ടു പോകേണ്ടതാണ്. അതിനല്ല കർത്താവ് പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകരുത്, നമ്മുടെ പ്രാണൻ നരകത്തിൽ പോകരുത്. നമ്മുടെ പ്രാണൻ കർത്താവ് ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാനാണ് ഇന്ന് നമ്മൾ ഈ ഹോളിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച് ഇവിടെ കൊണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രാണൻ ഇവിടെ പറയുന്നു, നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്നിട്ടാണ് അവസാനം നമ്മൾ ആദ്യം വായിച്ച കുറുവാക്യം, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. ആമേൻ. എന്റെ ഉടയവനും, നമ്മുടെ എല്ലാവരുടെയും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞേ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവം ഒരിക്കലും നമ്മെ കൈവിടുകയില്ല. നമ്മൾ കടന്നു പോകുന്ന അവസരം കാണാതെ അല്ല, അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. എന്നിട്ട് പറയാൻ, പൗലോസേ ഭയപ്പെടരുത്. ഇന്ന് ദൈവത്തിന് സഭയോട് പറയാനുള്ളത് അതാണ്. ഈ സഭയോട് കർത്താവിന് പറയാനുള്ളത് ഇത് തന്നെയാണ്. മക്കളെ, ഭയപ്പെടരുത്. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയെല്ലാം എനിക്കറിയാം. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഞുറുക്കവും നിങ്ങളുടെ എല്ലാ അവസ്ഥയും എനിക്ക് കാണുന്നുണ്ട് ഞാൻ.
ഞാൻ ഉറക്കം നടിക്കുകയാണ്, നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ ഉറങ്ങുകയല്ല, ഞാൻ എല്ലാം കാണുകയാണ്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഭയപ്പെടരുത്. കർത്താവ് ഈ ബൈബിളിൽ എത്രയോ സ്ഥലത്ത് ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഭയമുണ്ടല്ലേ? എത്ര പേർക്ക് ഭയമുണ്ട്? ഭയമുണ്ട്. എനിക്കുമുണ്ട് ഭയം, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും ഭയമുണ്ട്. ഇവിടെ നിന്ന് ഈ തിരുവചനം പറയാൻ പറ്റുമ്പോൾ എനിക്ക് ഭയമുണ്ട്. ദൈവമേ, ഞാൻ എങ്ങനെ പറയും? ഞാൻ ആദ്യം കർത്താവിനെ പറഞ്ഞിട്ടാവ് എനിക്ക് പറയണം, എനിക്ക് ഭയമുണ്ട്. എന്താ വെച്ചാൽ ഇത് ദൈവത്തിന്റെ വചനമാണല്ലേ, ഇതിലൊരു വള്ളി പുള്ളി തെറ്റാൻ പാടില്ല. എന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും ഇത് തെറ്റാൻ പാടില്ല. എനിക്ക് ഭയമുണ്ട്. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ഭയമുണ്ട്. ഈ ഭയപ്പെടരുതെന്ന് കർത്താവ്, ഞാൻ ഈ വചനം പറയുമ്പോൾ എനിക്ക് ഭയമുണ്ട് കർത്താവ്, എന്റെ ഭയം ആദ്യം മാറ്റി തരണമേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉള്ളത്. നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പേ ഭയത്തോടെ വിറയലോടെ നമ്മൾ നിൽക്കണം. ഇതാരുടെ വചനമാണ്? അഖിലാണ്ടത്തെ പടച്ചവനായ കർത്താവിന്റെ, നമ്മെ രക്ഷിച്ചവനായ, ഈ മുഴു ലോകത്തെ ഉണ്ടാക്കിയവനായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിന്റെ മുമ്പിൽ വിറയ്ക്കണം, ഭയപ്പെടണം. ആ ദൈവമാണ് പറയുന്നത്, മക്കളെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചില കാര്യങ്ങളിൽ ഭയമുണ്ട്, എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഭയപ്പെടരുത്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എന്റെ ദൈവം, അല്ലേ, എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെ ദൈവം നിനക്ക് ദാനം ചെയ്യുന്നു. അതെ, നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയിൽ, ഈ യാത്രയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഏത് പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ദൈവവചനത്തിന്റെ മുമ്പിൽ ഭയത്തോടെ വിറയലോടെ കേൾക്കുന്ന പ്രബോധനങ്ങളെ അനുസരിച്ച്, ഇന്നിപ്പോ ഞാൻ പറയട്ടെ, എല്ലാ നഷ്ടങ്ങളും ദൈവസന്നിധിയിൽ മടങ്ങി വന്ന് നമ്മൾ കടന്നുപോയ നമ്മുടെ അനുസരണക്കേടാകട്ടെ, നമ്മളുടെ ദൈവ പ്രബോധനം ത്യജിച്ചു കളഞ്ഞതാകട്ടെ, എന്ത് തന്നെ വന്നിരുന്നാൽ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങി വന്നു. അപ്പാ, തെറ്റിപ്പോയി, അപ്പാ ഞാൻ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ഒരു വാക്കും നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവ് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമ്മൾ ഇതും വെച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് ഒരിക്കലും അതിന് വിടുതൽ കിട്ടില്ല. നമ്മൾ അവന്റെ സന്നിധിയിൽ നമ്മുടെ ഏറ്റുപറയുക, കർത്താവേ, ഇപ്പൊ ഞാൻ ഈ കടന്നു പോകുന്ന ഈ അവസ്ഥ മുമ്പോട്ട് പോകുവാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലപ്പാ, നീ എന്നെ കരം പിടിക്കണമേ, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, നീ എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതത്തിൽ കുറവ് വന്നു പോയി കർത്താവേ, എന്റെ ജീവിതത്തിൽ ദൈവമേ ഒരുപാട് അനുസരണക്കേട് വന്നു പോയിട്ടുണ്ട് കർത്താവ്, ദൈവമേ നീ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ അവന്റെ സന്നിധിയിൽ ചെന്ന് ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. അവനിൽ ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം. നമുക്ക് എന്താണെന്ന് അറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കും. ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, ഓടും, വീണ്ടും ഓടും, നമ്മൾ നമ്മളെ കാര്യം നോക്കി വീണ്ടും പോകും. നമ്മൾ പ്രാർത്ഥിച്ച്, പാസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിച്ച്, ശോഭയെ വിളിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ച്, ഇവയെ വിളിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ച്, നമ്മളെല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നാ, നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുകയും നമ്മുടെ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് വിശ്രമിക്കണം. ആശ്രയിക്കുകയും വിശ്രമിക്കുകയും ചെയ്യണം. നമ്മൾ അവനിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു, കരങ്ങളിൽ കൊടുത്തു, ഇനി അവന്റെ സന്നിധി നമ്മൾ കർത്താവ് പെട്ടെന്ന് നമുക്ക് മറുപടി തരില്ല. നമുക്കല്ല, പെട്ടെന്ന് കിട്ടണം. പെട്ടെന്ന് കിട്ടാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി ഞാൻ പല കാര്യങ്ങളും ചെയ്യും, പെട്ടെന്ന് എനിക്ക് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരിക്കലും നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ടപ്പൊന്നും തരില്ല. കർത്താവ് നമ്മെ പഠിപ്പിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ആശ്രയിക്കുകയും വേണം, വിശ്രമിക്കുകയും വേണം. എന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നവർക്കാണ് കർത്താവ് ഉത്തരം തരുന്നത്. വിശ്രമിക്കുന്ന സമയത്താണ് കർത്താവ് പറയുന്നത്, മക്കളെ ഭയപ്പെടരുത്, നിങ്ങൾ എന്റെ സന്നിധിയിലല്ലേ വിശ്രമിക്കുന്നത്, നിങ്ങൾ എന്നോടല്ലേ പ്രാർത്ഥിച്ചത്, നിങ്ങൾ വിശ്രമിക്കുക, തക്ക സമയത്ത് ദൈവം ഉത്തരം തരും. മടങ്ങി വന്ന എന്റെ സന്നിധിയിൽ നമ്മളെ എല്ലാ വിഷയങ്ങളും പറയുകയാണെങ്കിൽ, പ്രാർത്ഥിച്ച് അവനിൽ ആശ്രയിച്ച് അവന്റെ സന്നിധിയിൽ നമ്മൾ വിശ്രമിക്കുകയാണെങ്കിൽ നമ്മെ ഒരിക്കലും കൈവിടാത്തൊരു നല്ല ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവൻ ഒരിക്കലും നമ്മെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല. അവന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ രുചിച്ചറിഞ്ഞാൽ ആ സ്നേഹത്തിൽ നമ്മളൊന്ന് പിടിപെട്ടു പോകും. ആ സ്നേഹം നമ്മൾ രുചിച്ചറിയാൻ ശ്രമിക്കണം. പലപ്പോഴും എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ സ്നേഹത്തെ നമുക്കൊന്ന് രുചിച്ചറിയാൻ സമയമില്ല. മറ്റെല്ലാവരും നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കും, മറ്റുള്ളവരും നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്നേഹം നമുക്ക് തന്നില്ലെന്നിരിക്കാം. ദൈവം അറിയാതെയാണോ? എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്റെ കർത്താവ് അറിയുന്നെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം എനിക്ക് വേണം. അങ്ങനെ ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുക്ക ചെല്ലണം, അല്ലേ? കർത്താവിന്റെ അടുക്ക ചെന്നിട്ട് പറയണം, കർത്താവേ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഈ ഒരു സാഹചര്യം മറികടക്കാൻ എനിക്ക് പറ്റുന്നില്ല,
ദൈവം വാസ്തവമായിട്ട് നമ്മൾ അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നിങ്ങളുടെ വിഷയങ്ങളെ അവനിൽ കൊടുക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ആമേൻ. അവിടെ നമ്മൾ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ എന്തോ ഒരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ, ഇതുവരെ ഞാൻ അനുഭവിച്ചിരുന്ന എന്തോ ഒരു വേദന, എൻ്റെ ഹൃദയത്തിന്റെ ഒരു നീറ്റല്, അതെന്തോ എന്നിൽ നിന്ന് മാറിപ്പോയതുപോലെ ഒരു അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതെ, കർത്താവ് നമ്മെ സഹായിക്കും. ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല. അവൻ നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. അതുകൊണ്ട് ദൈവജനമേ, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത്, ഒരിക്കലും ഭയപ്പെടരുത്. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം, നിങ്ങൾ ഭയപ്പെടരുത്. മുമ്പോട്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും വന്നു പോയെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ അന്ത്യത്തോളം നിൽക്കുവാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ആശ്രയിച്ചാൽ മാത്രം പോരാ, വിശ്രമിക്കുക. അവൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും.